നമ്മളിന്ന് കുറച്ച് ജെം സ്റ്റോൺസ് ആണ് പെയിൻറ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഓൾറെഡി എല്ലാത്തിൻ്റെയും ഔട്ട്ലൈൻസ് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പെയിൻറ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ജെം സ്റ്റോൺസ്. ഒരു 6 ടൈപ്സ് ഓഫ് ജെം സ്റ്റോൺസ് നമ്മളിവിടെ പെയിൻറ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ സ്റ്റോൺസിൻ്റെ അകത്തും നമുക്ക് പാറ്റേൺസ് പെയിൻറ് ചെയ്യാനായിട്ടുണ്ട്, പാറ്റേൺസ് വരച്ചെടുക്കാനായിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ ഓരോ പാറ്റേൺസിനെ നമുക്ക് ഓരോ കളേഴ്സ് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡയമണ്ടിൻ്റെ അകത്ത് കുറച്ച് പാറ്റേൺസ്, നമുക്ക് കുറച്ച് ജോമെട്രിക് പാറ്റേൺസ് നമുക്ക് വരച്ചെടുക്കാം. അപ്പം ഇതിൽ ഈ വീഡിയോയിൽ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾ പാറ്റേൺസ് വരച്ചെടുത്താൽ മതി. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ നമുക്ക് ഇതിലെല്ലാത്തിലും ജോമെട്രിക് പാറ്റേൺസ് ആണ് ഇവിടെ വരയ്ക്കേണ്ടത്. കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രയാങ്കിൾസും ആൻഡ് ഒരു ഡയമണ്ട് ഷേപ്പൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൽ നമുക്ക് പാറ്റേൺസ് എല്ലാം വരച്ചെടുക്കേണ്ടത്. ഒന്നുകിൽ നമുക്ക് റോ ഹാൻഡ് വെച്ചിട്ട് തന്നെ വരയ്ക്കാം, അതല്ലെങ്കിൽ ഒരു സ്കെയിൽ എടുത്തിട്ട് കറക്റ്റായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു കൊടുക്കാം. അതിപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഇതുപോലെ ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഒന്നും കൊടുക്കുന്നില്ല. ഓരോ ജെം സ്റ്റോൺസിലും നമ്മൾ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള പാറ്റേൺസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിലെല്ലാം നമുക്ക് ഒരുപാട് ജോമെട്രിക് ഷേപ്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പം ഇതിൽ കുറേ ഡയമണ്ട് ഷേപ്സ്, ട്രയാങ്കിൾ ഷേപ്സ് ഒക്കെ വരുന്നുണ്ട്. അതും പല രീതിയിലുള്ള ഷേപ്സ് വരുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരു പാറ്റേൺ വരുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്. എല്ലാത്തിലും ഇതേപോലുള്ള ഡയമണ്ട് ഷേപ്സ് ആണ് കൂടുതൽ വരുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ട്രയാങ്കിൾസും കൂടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പം അത് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് ശ്രദ്ധിച്ച് അതേപോലെ വരച്ചിട്ട് എടുത്താൽ മതി. എന്നിട്ട് ഈ ഓരോ പാറ്റേണിൻ്റെ അകത്ത് നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സ് അല്ല, ഒരേ കളറിൻ്റെ തന്നെയുള്ള ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ആൻഡ് മിഡിൽ പോർഷൻ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ ഒന്നും ചെയ്യാതെ ഒഴിച്ചിട്ട് കൊടുക്കണം. ഞാനിവിടെ ഓരോ ജെം സ്റ്റോൺസിൻ്റെയും ഈ ഒരു പാറ്റേൺസ് വരയ്ക്കുന്നത് വേറെ വേറെ കാണിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ പാറ്റേൺസ് വരച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ പാറ്റേൺസ് വരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പെയിൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അത്രയും ചെയ്താൽ മതി. അപ്പം ഈ പാറ്റേൺസ് എൻ്റെ ആ ഒരു എന്താ പറയുക, ഇതെങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാ ജെം സ്റ്റോൺസിൻ്റെയും നടുവിലത്തെ പോർഷൻ നമ്മൾ ഇതുപോലെ യാതൊരു പാറ്റേൺസ് ഇല്ലാതെ ഇതുപോലെ ഒഴിച്ചിട്ട് കൊടുക്കുകയാണ്, പ്ലെയിൻ ആയിട്ട് വരയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് അത് ഒരു എന്താ പറയുക, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്യണം കേട്ടോ. വൺസ് ഇതിൻ്റെ പാറ്റേൺസിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഈ ഒരു സ്റ്റോണിന് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നടുവിലത്തെ പോർഷനിൽ നമ്മളൊരു ഒക്ടഗൺ ഷേപ്പാണ് വരച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ടോ, ഇപ്പം ഇത്രയും ഡോട്ട്സ് ഇട്ടിട്ട് ഞാനിവിടെ ഒരു ഒക്ടഗൺ ആണ് വരയ്ക്കുന്നത്. ഈ ഒരു മിഡിൽ പോർഷൻ ഇത്രയും വലുപ്പത്തിൽ തന്നെ നമ്മൾ പ്ലെയിൻ ആയിട്ട് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഓരോ ലൈൻസിൻ്റെയും നടുവിലായിട്ട് ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഓരോ ഡോട്ട്സും ഇതുപോലെ ലൈൻസ് വെച്ചിട്ട് ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇതേ പ്രോസസ്സ് തന്നെയാണ് ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ 2 ലൈൻസ് കൂടെ വരച്ചിട്ട് നമ്മളൊരു
എന്താ പറയുക, ഡയമണ്ട് ഷേപ്പിലോട്ട് മാറ്റും. എന്നിട്ട് അതിൻ്റെ നടുവിലത്തെ പോർഷനിൽ ഓരോ ലൈൻസും കൂടി ഇട്ട് കൊടുക്കും. ആൻഡ് അവിടെ അപ്പോൾ ഒരു 2 ട്രയാങ്കിൾ കൂടെ ഫോം ചെയ്യും. സോ ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് നമുക്ക് വരച്ചെടുക്കേണ്ടത്. അപ്പം എല്ലാ ജെം സ്റ്റോൺസിലും ഓൾമോസ്റ്റ് ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വരയ്ക്കുമ്പം നമ്മൾ ഈ പാറ്റേൺസിനെ കുറച്ചുകൂടി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് കൊടുക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ പാറ്റേൺസ് വരയ്ക്കേണ്ടി വരും. അപ്പം ഈ ഒരു ഡ്രോയിങ്സിൽ ഞാൻ ഇത്രയും പാറ്റേൺസ് വെച്ചിട്ടാണ് ഈ ജെം സ്റ്റോൺസിൻ്റെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ ലാസ്റ്റ് വൺ ആണ്. ആൻഡ് ഇതിൻ്റെ പാറ്റേൺസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. സ്റ്റിൽ സെയിം ട്രയാങ്കിൾസും ഡയമണ്ട് ഷേപ്സും ഒക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. ഇപ്പം എല്ലാ ജെം സ്റ്റോൺസിൻ്റെയും പാറ്റേൺസ് നമ്മളിവിടെ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പം ആദ്യമായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡയമണ്ട് ആണ്. ഈ ഡയമണ്ടിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കളറ് അൾട്രാമറൈൻ ബ്ലൂ ആണ്. സോ നമ്മൾ ആ അൾട്രാമറൈൻ ബ്ലൂവിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഡയമണ്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഇതിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലെല്ലാ ഷേപ്സിലും നമ്മൾ കളർ ഫില്ല് ചെയ്യണം. പക്ഷേ ചില ഷേപ്സിൽ മാത്രം നമ്മൾ നല്ല ഡാർക്കായിട്ടുള്ള ഷെയ്ഡ്സ് കൊടുക്കണം. ആൻഡ് ബാക്കിയുള്ളതിലൊക്കെ കുറച്ച് ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്സാണ് കൊടുക്കേണ്ടത്. അപ്പം ഇതിൽ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഓരോ പാറ്റേൺസിലും ഓരോ ഷേപ്സിലും നമ്മൾ കളർ ഫില്ല് ചെയ്യേണ്ടതെന്നും ലാസ്റ്റത്തെ ആ ഒരു ഫിനിഷിങ് കളറിങ് എങ്ങനെയാണെന്നുള്ളതും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോൺ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് ഓറഞ്ച് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ്. ഓറഞ്ച് ഷെയ്ഡും അതിൽ ഡാർക്കായിട്ടുള്ള പോർഷൻസിൽ നമ്മൾ ഒരു ബ്രൗൺ ഷെയ്ഡ്സാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് വന്നിട്ട് നമ്മൾ പിങ്കിൻ്റെ ഷെയ്ഡ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്.
ഇതിലെല്ലാം തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള പോർഷൻസിൽ മാത്രം നല്ല ഡാർക്ക് ഷെയ്ഡ് കൊടുത്താൽ മതി. അതായത് ചില പാറ്റേൺസിൻ്റെ അകത്ത് മാത്രം നമ്മൾ ഡാർക്കായിട്ട് ഈ ഷെയ്ഡ്സ് എല്ലാം ഫില്ല് ചെയ്താൽ മതി. ബാക്കി എല്ലായിടത്തും നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്സാണ് ഫില്ല് ചെയ്യുന്നത്. ഈ ഒരു ജെം സ്റ്റോണിൽ നമ്മൾ ഡാർക്ക് പോർഷൻസിൽ വരുമ്പോൾ ഞാൻ അൾട്രാമറൈൻ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് ഫോർ ക്രിയേറ്റിംഗ് ദോസ് ഷാഡോസ്. ആൻഡ് ഇവിടെ ഞാൻ സാപ്പ് ഗ്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയും നമുക്ക് ഡാർക്ക് പോർഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ അൾട്രാമറൈൻ ബ്ലൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റായിട്ട് ഈ ഒരു ജെം സ്റ്റോൺ പെയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബ്ലൂവിൻ്റെ ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. ആൻഡ് ഈ സ്റ്റോൺ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ സാപ്പ് ഗ്രീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ജസ്റ്റ് സ്ക്വയേഴ്സ് മാത്രം വരച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ എന്താ പറയുക ഔട്ട്ലൈൻ വരച്ചത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത്. ബിക്കോസ് ഇത് ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, ഒത്തിരി അധികം പാറ്റേൺസ് ഒന്നും ഇതിൽ വരയ്ക്കാനില്ല.
ജെം സ്റ്റോൺസ് വരയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു പാറ്റേൺസും അതിൽ വരുന്ന ഷെയ്ഡിങ്സും തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് നമുക്ക് പേപ്പറിലോട്ട് പകർത്താൻ പറ്റും. ആൻഡ് ഞാനിവിടെ ഓരോ ജെം സ്റ്റോൺസിനും എല്ലാ ജെം സ്റ്റോൺസും ഞാൻ ഒരുമിച്ചാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അതായത് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് അത് ഡ്രൈ ആവാനുള്ള ടൈമിലാണ് ഞാൻ അടുത്തത് പെയിൻറ്റ് ചെയ്യണേ. അങ്ങനെ ഓരോന്ന് ഡ്രൈ ആവുന്നതനുസരിച്ചിട്ട് ഞാൻ ഓരോ ജെം സ്റ്റോൺസും കംപ്ലീറ്റ് ചെയ്ത് വരുവാണ്. ഞാനിവിടെ 3-4 ലെയറിങ് വരെ ഓരോ സ്റ്റോൺസിലും ചെയ്യുന്നുണ്ട്. എനിക്ക് മീൻസ് എനിക്ക് സാറ്റിസ്ഫൈ ആവുന്നവരെ ഞാൻ അത്രയും ലെയറിങ് ചെയ്തിട്ടുണ്ട്. സോ നല്ല ക്വാളിറ്റി വാട്ടർ കളർ പേപ്പറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 4 ലെയറിങ് വരെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പേപ്പർ ലാസ്റ്റ് ചെയ്തോളും. അതല്ലെങ്കിൽ പേപ്പർ ഇതായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്.
ഈ ഓരോ ജെം സ്റ്റോൺസിനും ഞാൻ ഇവിടെ ഷാഡോസ് വരയ്ക്കുന്നുണ്ട്. ഈ ഷാഡോസ് വരയ്ക്കുമ്പോൾ ഞാൻ എല്ലാത്തിലും യൂസ് ചെയ്തിരിക്കുന്നത് അൾട്രാമറൈൻ ബ്ലൂവും ആ പർട്ടിക്കുലർ ജെം സ്റ്റോണിൻ്റെ കളർ ഏതാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു കളറും ദെൻ ആഷ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടോണാണ് ഞാൻ ഈ ഷാഡോസ് എല്ലാം പെയിൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഷാഡോസ് പെയിൻറ്റ് ചെയ്യുമ്പം എപ്പോഴും അത് ആ ജെം സ്റ്റോണിൽ ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഷാഡോവിൻ്റെയും ജെം സ്റ്റോണിൻ്റെയും ഇടയിലുള്ള ഒരു പോർഷൻ കുറച്ച് മീൻസ് കളർ കൊടുക്കാതെ ഒരു ഷൈനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോർഷൻ കളർ കൊടുക്കാതെ ഇതുപോലെ ഒഴിച്ചിടുന്നത്. അപ്പം എപ്പോഴും അപ്പം ഇതുപോലെയുള്ള എന്താ പറയുക ഷൈനിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ ഷാഡോസ് വരയ്ക്കുമ്പം ഈ ഒരു ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക ഷൈനിങ് എഫക്ട്സിനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ പെയിൻറ്റിങ് വരുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ട്യൂട്ടോറിയലായിട്ട് നെക്സ്റ്റ് ഡേ കാണാം.